ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് pH സ്കെയിലും ആസിഡുകളും. PSC സംബന്ധിച്ച് പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പല പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ്. നിങ്ങൾ പഠിക്കാനുള്ള സൗകര്യത്തിൽ നമ്മൾ പല പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ആസിഡുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പഠിച്ചെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മാർക്ക് കിട്ടുന്നൊരു ഏരിയയാണ്. അപ്പോൾ ആസിഡ് എന്ന ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വേറെ 2-3 പോയിൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യമാണ് pH സ്കെയിൽ എന്ന് പറയും. pH സ്കെയിൽ. അപ്പോൾ ഈ pH സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ pH എന്നുള്ളത് അത് അവിടെ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു പോകാവുന്ന കാര്യമുള്ളൂ. pHൻ്റെ പൂർണ്ണ രൂപമാണ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും. pHൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ സ്ട്രെങ്ത്, ഹൈഡ്രജൻ്റെ ഗാഢത എന്നൊരു മീനിങ് എന്തിനുള്ളൂ? pH എന്ന പദത്തിന് ഉള്ളൂ. അപ്പോൾ pH മീൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. പിന്നെ കണ്ടുപിടിച്ച ആളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് സോറൻ സോറൻസൺ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോണം, pH സ്കെയിൽ കണ്ടുപിടിച്ചതെന്ന് പറയുന്ന ആരാണ്? സോറൻസൺ. ഇനി pH സ്കെയിലിലേക്ക് വരുമ്പോൾ pH സ്കെയിലിലെ റീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് pH സ്കെയിലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ 7 വരെ, 7 മുതൽ 14 വരെ. ഇതാണ് pH സ്കെയിലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ pH സ്കെയിലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ലായനികളെ 3 ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. ലായനികളെ നമ്മൾ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യും. pH മൂല്യം 7-ൽ താഴെയുള്ള ലായനികൾക്ക് പറയുന്ന പേരാണ് ആസിഡ് എന്ന് പറയും. pH മൂല്യം 7-ൽ താഴെയുള്ള ലായനികളെ വിളിക്കുന്ന പേരാണ് ആസിഡ് എന്നും, എന്നാൽ pH മൂല്യം 7-ൽ കൂടുതലുള്ള ലായനികളെ വിളിക്കുന്ന പേരാണെന്ത്? ബേസ് എന്ന് പറയും. അതുപോലെ തന്നെ pH മൂല്യം 7-ന് പറയുന്ന പേരാണ് ന്യൂട്രൽ പോയിൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ pH മൂല്യം 7 സൊല്യൂഷൻസിന് പറയുന്ന പേരാണ് ന്യൂട്രൽ സൊല്യൂഷൻസ്, ന്യൂട്രൽ ലായനികൾ എന്ന് പറയും. അപ്പോൾ pH മൂല്യത്തെ അടിസ്ഥാനമായിക്കൊണ്ട് നമ്മൾ ലായനികളെ 3 ആയിട്ട് തിരിച്ചു. pH മൂല്യം 7-ൽ താഴെയുള്ള ആൾക്കാർ, pH മൂല്യം 7-ൽ താഴെയുള്ള ആൾക്കാർക്ക് പറയുന്ന പേരാണ് എന്ത്? ആസിഡുകൾ. pH മൂല്യം 7-ൽ കൂടുതലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? ബേസുകൾ. പിന്നെ pH മൂല്യം 7-ന് തുല്യമായിട്ടുള്ള ലായനികൾക്ക് പറയുന്ന പേരാണ് ന്യൂട്രൽ ലായനി. അപ്പോൾ അവിടുന്ന് ന്യൂട്രൽ ലായനിക്ക് ഒരു ഉദാഹരണമാണ് ശുദ്ധജലം എന്ന് പറയുന്നത്. ശുദ്ധജലം എന്ന് പറയുന്നത് ഇതിന് എക്സാമ്പിൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്, ഇതിന് എക്സാമ്പിളാണ് ന്യൂട്രൽ സൊല്യൂഷൻ അല്ലെങ്കിൽ ന്യൂട്രൽ ലായനിക്ക് ഉദാഹരണമാണ് ഒരു പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയായിരിക്കണം? 7 ആണ്. നമ്മൾ പറഞ്ഞു pH മൂല്യം 7 എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻസിനാണ്. അപ്പോൾ ആ 7-ന് പറയുന്ന പേര് ന്യൂട്രൽ പോയിൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്, ന്യൂട്രൽ പോയിൻ്റ്. ഇനി pH മൂല്യത്തിലേക്ക് വരുമ്പോൾ pH മൂല്യത്തിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. മാത്തമാറ്റിക്കലി ഇങ്ങനെ പറയാം: pH ഈക്വൽ ടു മൈനസ് ലോഗ് H പ്ലസ് മൈനസ് ലോഗ് H പ്ലസ്. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ ആണ് H പ്ലസ് എന്ന് പറഞ്ഞാൽ. ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മൾ H പ്ലസ് എന്നുള്ള എഴുതിയിരിക്കുന്നത്. അപ്പം കെമിസ്ട്രിയിൽ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ, ഗാഢതയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ pHൻ്റെ മൂല്യം പറഞ്ഞതേ ഉള്ളൂ. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവ് ലോഗരിതമാണ് pH മൂല്യം എന്ന്. നെഗറ്റീവ് ലോഗരിതം ഓഫ് H പ്ലസ് അയോൺസ് ആണ്. ആ ഡെഫിനേഷനായിട്ട് പറയുകയാണെങ്കിൽ pH ഈസ് ഡിഫൈൻഡ് ആസ് എ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. pHനെ അടിസ്ഥാനമാക്കി ലായനികൾ 3 എന്ന് പറഞ്ഞു: ആസിഡ്, ന്യൂട്രൽ ലായനി, ബേസ്. ആസിഡ് ആണെങ്കിൽ pH മൂല്യം 7-ൽ താഴെ, ന്യൂട്രൽ ലായനി ആണെങ്കിൽ pH മൂല്യം 7, ബേസ് ആണെങ്കിൽ pH മൂല്യം എന്ന് പറയുന്നത് 7-ൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ pH സ്കെയിലുമായി pH മൂല്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ എന്ന് പറയും. pH മൂല്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നതാണ് pH മീറ്റർ. അപ്പം pH സ്കെയിലിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ, pH മീറ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചതുള്ളൂ. ഒരു ലായനിയുടെ സ്വഭാവം എന്താണെന്ന്, അത് ആസിഡാണോ ബേസ് ആണോ ന്യൂട്രൽ ആണോ, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നൊരു പാരാമീറ്ററാണ് pH മൂല്യം എന്ന് പറയുന്നത്. അടുത്ത ഈ pH മൂല്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു കൺസെപ്റ്റാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയും. ബഫർ സൊല്യൂഷൻ അഥവാ ബഫർ ലായനി എന്ന് പറയും. ഈ ബഫർ ലായനി എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു ലായനിയിലേക്ക് നമ്മൾ വളരെ ചെറിയ അളവിൽ, വളരെ കുറഞ്ഞ അളവിൽ ആസിഡോ ബേസോ ചേർക്കുകയാണ്. അങ്ങനെ വളരെ കുറഞ്ഞ അളവിൽ ഒരു ലായനിയിലേക്ക് ആസിഡിനെയോ ബേസിനെയോ ചേർത്താൽ ആ ലായനിയുടെ pH മൂല്യത്തിന് കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ
അങ്ങനെയുള്ള ലായനികൾക്ക് പറയുന്ന പേരാണ് ബഫർ ലായനി എന്ന് പറയും. ഇപ്പം പി എച്ച് മൂല്യം മാറുന്നില്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, വലിയ ചേഞ്ച് അല്ലെങ്കിൽ സഡൻ ചേഞ്ചസ് ഒന്നും അതിനകത്ത് ഉണ്ടാകുന്നില്ലെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു ലായനിയിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ ആസിഡോ ബേസോ ചേർത്താൽ പി എച്ച് മൂല്യത്തിന് മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ലായനികൾക്ക് പറയുന്ന പേരാണ് ബഫർ ലായനി. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഒരു പോയിൻ്റാണ്. ഓപ്ഷൻ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ബഫർ ലായനിക്ക് ഉദാഹരണം എന്നിട്ട് നമ്മൾ PSC ക്വസ്റ്റ്യൻ ചോദിച്ചാണെന്ന് ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നതെന്ന് പറയുന്നത്, ആൻസറായിട്ട് കൊടുത്തിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മനുഷ്യരക്തമാണ്. അപ്പോൾ ഓർത്തു വെക്കണം, മനുഷ്യരക്തം എന്ന് പറയുന്നത് ഏതു തരം ലായനിയാണ്? മനുഷ്യരക്തം എന്ന് പറയുന്നത് ബഫർ സൊല്യൂഷൻ, ബഫർ ലായനിക്ക് ഉദാഹരണമാണ് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബഫർ ലായനി എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ചെറിയ അളവിൽ ആസിഡോ ബേസോ ചേർത്താലും pH മൂല്യത്തിന് മാറ്റമുണ്ടാകാത്ത ലായനികൾക്ക് പറയുന്ന പേരാണ് ബഫർ ലായനി. പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നതാണ് മനുഷ്യരക്തം എന്ന് പറയുന്നത്. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.4 ആണ്. അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യരക്തം ബഫറാന്ന് പറയും. നമ്മൾ ഈ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കാറുണ്ട്. അച്ചാർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊക്കെ അസിഡിക് നേച്ചർ. എന്നാൽ ബേസിക് ആയിട്ടുള്ള ക്ഷാര ഗുണമുള്ള ഫുഡുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് pH മൂല്യം, രക്തത്തിൻ്റെ pH മൂല്യം മാറാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയെ തന്നെ അത് അഫക്റ്റ്. അപ്പോൾ ബ്ലഡിൻ്റെ pH ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ pH മൂല്യത്തിന് മാറ്റം ഉണ്ടാകാത്ത ലായനികളാണ് ബഫർ ലായനികൾ എന്ന് പറഞ്ഞു. അങ്ങനെ pH മൂല്യത്തിന് കാര്യമായ മാറ്റം ഉണ്ടാകാത്തൊരു സൊല്യൂഷനാണ് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഇത് മനുഷ്യ രക്തം എന്ന് പറയുന്നത്. നമ്മൾ pH മൂല്യം, pH സ്കെയിൽ എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ pH മൂല്യത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ലായനികളെ മൂന്നായിട്ട് പറഞ്ഞു, ആസിഡ്, ബേസ്, ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ ഈ pH മൂല്യത്തെ ബേസ് നമുക്ക് ആസിഡുകൾ വീണ്ടും മാറ്റാൻ സാധിക്കും. ആസിഡുകൾ രണ്ട് ടൈപ്പായിട്ട് പറയാം, സ്ട്രോങ് ആസിഡുകളുമുണ്ട്, വീക്ക് ആസിഡുകളുമുണ്ട്. അതുപോലെ തന്നെ ബേസുകളെയും രണ്ട് തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്ട്രോങ് ബേസുകളുമുണ്ട്, വീക്ക് ബേസുകളുമുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് ഈ ചില പ്രധാനപ്പെട്ട ലായനികളുടെ pH മൂല്യം പഠിച്ചു വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ആമാശയ രസമാണ്. ആമാശയ രസത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 1.6 to 1.8 ആണ്. ആമാശയ രസത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്, ആമാശയ രസമെന്നോ ദഹനരസമെന്നോ ഒക്കെ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ആമാശയ രസത്തിൻ്റെ അഥവാ ദഹനരസത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നതാണ് 1.6 to 1.8. അടുത്ത നാരങ്ങാ വെള്ളം. നാരങ്ങാ വെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 2.4 ആണെന്ന് ഓർത്ത് വെച്ചോണം. നാരങ്ങാ വെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 2.4. അടുത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. വിനാഗിരിയുടെ pH മൂല്യമാണ് 2.9. അതും ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. വിനാഗിരിയുടെ pH മൂല്യം 2.9. അപ്പോൾ നമുക്കറിയാം ഈ 2.4ഉം 2.9ഉം ഒക്കെ വന്നപ്പോൾ ഇതൊക്കെ ഏത് സ്വഭാവം കാണിക്കുന്ന ലൈനുകളായിരിക്കും? അസിഡിക് സ്വഭാവമുള്ള ലൈനുകളാണ് നാരങ്ങാ വെള്ളം, വിനാഗിരി. പിന്നെ ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസിൻ്റെ pH മൂല്യമാണ് 3.1 to 4.1. മുന്തിരിയുടെ pH മൂല്യം എന്ന് പറയുന്നത് 3 to 3.2 ആണ്. മുന്തിരിയുടെ pH മൂല്യമാണ് 3 to 3.2 എന്ന് പറയുന്നത്. തക്കാളിയുടെ pH മൂല്യം എന്ന് പറയുന്നത് 4.2 to 4.4 ആണ്. 4.2 മുതൽ 4.4 വരെയാണ് ആർക്ക് pH മൂല്യം? തക്കാളിയുടെ pH മൂല്യം എന്ന് പറയുന്നത്. അടുത്ത അമ്ലമഴ, ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ആസിഡ് റെയിൻ, അമ്ലമഴ അഥവാ ആസിഡ് റെയിൻ. അമ്ലമഴയുടെ pH മൂല്യമാണ് 4 to 4.5. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോയിൻ്റാണ്, ഓർത്ത് വെച്ചോണം. ആസിഡ് മഴ അഥവാ അമ്ലമഴയുടെ pH മൂല്യം എന്ന് പറയുന്നത് 4 to 4.5. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ. അടുത്തത് ബിയറിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 4.5. അപ്പോൾ അവിടെ നിന്ന് സ്വാഭാവികമായിട്ടും പറയാൻ സാധിക്കും ബിയർ എന്ന് പറയുന്നത് അസിഡിക് സ്വഭാവമുള്ള ലായനി എന്ന് പറയാൻ സാധിക്കും. കാപ്പിയുടെ pH മൂല്യം 5, ചായയുടെ pH മൂല്യം 5.5. അപ്പോൾ ഓർത്തിരിക്കുക, ബിയർ, കാപ്പി, ചായ ഇതെല്ലാം അസിഡിക് ലായനികൾക്ക് ഉദാഹരണമാണ്. ഇവയുടെയൊക്കെ pH മൂല്യം, ബിയറിൻ്റെ pH മൂല്യം 4.5, കാപ്പിയുടെ pH മൂല്യം 5, ചായയുടെ pH മൂല്യം എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ ഈ ചായയാണോ കാപ്പിയാണോ കൂടുതൽ അസിഡിക് ഗുണമുള്ള സാധനം എന്ന് പറയുന്നത്? pH മൂല്യം കുറയും തോറും അസിഡിക് മൂല്യം അല്ലെങ്കിൽ അസിഡിക് സ്വഭാവം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 5.5 കുറവാണ് 5 എന്ന് പറയുന്നത്. അപ്പം ചായയെക്കാട്ടിലും അസിഡിക് സ്വഭാവമുള്ള പാനീയമാണ് എന്ന് പറയുന്നത് കാപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്ത മഴയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ റെയിൻ്റെ, സാധാരണ മഴയുടെ pH മൂല്യം എന്ന് പറയുന്നത് 5.7. എന്നാൽ ആസിഡ് മഴയുടെ pH മൂല്യം 4 to 4.5 ആണ് പറഞ്ഞത്. ഓർത്തിരിക്കുക, മഴ എന്നേ ഉള്ളെങ്കിൽ മഴയുടെ pH മൂല്യം 5.7 ആണ്. ആസിഡ് റെയിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 4 to 4.5 ആണ്. അടുത്ത യൂറിൻ, മൂത്രത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത്
6 6 ആണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് യൂറിക് ആസിഡ് എന്ന് പറയും. അപ്പോൾ മൂത്രത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 6. പാലിൻ്റെ പി എച്ച് മൂല്യം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പാലിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 6.5. പാലിൻ്റെ പി എച്ച് മൂല്യമാണ് 6.5. അത് ഓർത്ത് വെക്കണം. അപ്പോൾ അവിടെ നിന്ന് പറയാൻ സാധിക്കും പാലെന്ന് പറയുന്നതാണ് അസിഡിക് സ്വഭാവമുള്ള പദാർത്ഥം അല്ലെങ്കിൽ ലായനിയാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ യൂറിൻ അടങ്ങിയിരിക്കുന്ന യൂറിക് ആസിഡ്, പാലിൽ ലാക്റ്റിക് ആസിഡ്. അടുത്തത് ഉമിനീർ അഥവാ സലൈവ. ഉമിനീറിൻ്റെ അല്ലെങ്കിൽ സലൈവയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 6.5 to 7.2 ആണ്. സലൈവയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 6.5 to 7.2 ആണ്. അത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ആശ്രയിച്ചിരിക്കും. അസിഡിക് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ സലൈവ എന്ന് പറയുന്ന അസിഡിക് നേച്ചറിലേക്ക് പി എച്ച് മൂല്യം 7 താഴെയായിരിക്കും. ബേസിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ സലൈവയുടെ അല്ലെങ്കിൽ ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം 7 കൂടുതൽ, ഒരു 7.2 റേഞ്ച് വരെ വരും. അപ്പോൾ ആ റേഞ്ച് നോർത്ത് വെക്കുക. ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്ന 6.5 മുതൽ 7.2 വരെ. കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ആശ്രയിച്ചാണ് ഉമിനീരിൻ്റെ പി എച്ച് മൂല്യം നിൽക്കുന്നതെന്ന് പറയുന്നത്. അടുത്തത് ജലമാണ്. ജലം അല്ലെങ്കിൽ ശുദ്ധജലം എന്ന് തന്നെ പറയാൻ സാധിക്കും. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യമാണ് 7 എന്ന് പറയുന്നത്. ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഓർത്ത് വെക്കുക. ജലത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 7. മഴയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 5.7. ആസിഡ് റെയിൻ അല്ലെങ്കിൽ ആസിഡ് മഴയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 4 to 4.5 ആണ്. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ജലം 7, മഴ 5.7, ആസിഡ് മഴ 4 മുതൽ 4.5 വരെയാണ് പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. അടുത്തത് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം. നമ്മൾ ബഫർ ലായനിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അവിടെ പറഞ്ഞതാണ്. രക്തം എന്ന് പറയുന്നത് ബഫർ ലായനിക്ക് ഉദാഹരണമാണ്. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം 7.4. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തം എന്ന് പറയുന്നത് ഏത് ലായനിയാണെന്നാണ് പറഞ്ഞു വെച്ചത്? ബഫർ ലായനിക്ക് ഉദാഹരണമാണ് രക്തം എന്ന് പറയുന്നത്. അടുത്തത് കടൽ ജലമാണ് പറഞ്ഞിരിക്കുന്നത്. കടൽ ജലം എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളം എന്ന് പറയും. കടൽ ജലം എന്ന് പറയുന്നത് ബേസിക് സ്വഭാവമാണുള്ളത്. അപ്പോൾ അതിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് 7.36 മുതൽ 8.21 വരെയാണ്. അടുത്തത് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ എന്ന് പറയും. അതിൻ്റെ പി എച്ച് മൂല്യം 8 to 9 ആണ്. 8 മുതൽ 9 വരെയാണ് അതിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. പിന്നെ അമോണിയയുടെ പി എച്ച് മൂല്യം 10.6 മുതൽ 11 വരെയാണ്. അപ്പോൾ അപ്പക്കാരത്തിൻ്റെ കാര്യം ഓർത്ത് വെച്ചോണം. അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അതിൻ്റെ രാസനാമമൊക്കെ ചോദിക്കുന്നതാണ്. അത് നമ്മൾ പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. രാസനാമങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്, അവിടെ പറയാം. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ആസിഡുകളാണ്. ആസിഡുകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആസിഡിലേക്ക് വരുമ്പോൾ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്നൊക്കെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയും. ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ലിറ്റ്മസ് പേപ്പർ 2 ടൈപ്പ് ഉണ്ട്. ചുവപ്പ് ലിറ്റ്മസുമുണ്ട്, അതുപോലെ തന്നെ നീല ലിറ്റ്മസുമുണ്ട്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്ന് പറയുന്നത് ബേസ് ആണ്. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ലായനി എന്ന് പറയുന്നതാണ് ബേസും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡുമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതെന്ന് പറയുന്ന ആരാണ്? ആസിഡുമാണ്. പുറത്ത് വെക്കുന്ന കളർ ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലിറ്റ്മസ് പേപ്പറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. ബയോളജിയുമായി കണക്ട് ചെയ്തൊരു ക്വസ്റ്റിന് പോസിബിലിറ്റി ഉണ്ട്. ലിറ്റ്മസ് പേപ്പറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മ ജീവികളാണ് ലൈക്കനുകൾ എന്ന് പറയും. ലിറ്റ്മസ് പേപ്പറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നതാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കല്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പായലില്ല, അതാണ് ലൈക്കനുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആസിഡിലേക്ക് വരാം. ആസിഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആസിഡിൻ്റെ ഒരു ഡെഫിനിഷനായിട്ടൊക്കെ നമുക്ക് പഠിച്ചു വെക്കാവുന്ന കാര്യമാണ്. ഹൈഡ്രജനെ വിട്ടുകൊടുക്കുവാൻ കഴിവുള്ള പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ആസിഡുകൾ എന്ന് പറയും. ഹൈഡ്രജനെ വിട്ടുകൊടുക്കുവാൻ കഴിവുള്ള പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആസിഡുകൾ. അപ്പം ഹൈഡ്രജനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ആ സാധനം നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് പണം ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ അധികമായി പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൈഡ്രജനെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ ഒരു പദാർത്ഥത്തിന് കഴിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ പദാർത്ഥത്തിൽ എക്സസ് ആയിട്ട് ആരടങ്ങിയിട്ടുണ്ടായിരിക്കും? അധികമായിട്ട് ആരുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്. അപ്പോൾ ഡെഫിനേഷനായിട്ട് നമ്മൾ പറഞ്ഞു ഹൈഡ്രജനെ വിട്ടുകൊടുക്കുവാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആരെന്ന് പറയുന്നത്? ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജനെ വിട്ടുകൊടുക്കുവാൻ കഴിവുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ആസിഡുകൾ. അപ്പോൾ അവിടുന്ന് PSC ചോദിച്ചൊരു ക്വസ്റ്റൻ ഇതാണ്.
എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ആസിഡുകളിലും കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്ന ആരാണ്? ഹൈഡ്രജനാണ്. ഓർത്തിരിക്കുക, ഹൈഡ്രജനെ വിട്ടുകൊടുക്കുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ആസിഡുകൾ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ആസിഡുകളിലും അവിടുന്ന് മനസ്സിലാക്കേണ്ട പോയിന്റാണ്, എല്ലാ ആസിഡുകളിലും അപ്പോൾ എന്തടങ്ങിയിട്ടുണ്ടായിരിക്കണം? ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇനി ആസിഡുകളും ആയിട്ടുള്ള 2-3 റിയാക്ഷനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ആസിഡുകളും ലോഹങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് ഇതാണ് ഹൈഡ്രജൻ. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഓർത്ത് വെച്ചോണം. ആസിഡുകളും ലോഹങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാണ് ഹൈഡ്രജൻ. എന്നാൽ ആസിഡുകൾ കാർബണേറ്റുകളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ആസിഡുകൾ ലോഹങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്നത് ഹൈഡ്രജനാണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് കേട്ടിട്ടുണ്ടോ? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്ന ഒരു കോമൺ നെയിമാണ് ഡ്രൈ ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ് അഥവാ മറ്റൊരു പേരിലൂടെ പറയാറുണ്ട് കാർഡ് ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ് അഥവാ കാർഡ് ഐസ് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ നമ്മൾ ആസിഡുകളെ കുറിച്ച്, ചില പ്രധാനപ്പെട്ട ആസിഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പ്രധാനമായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു 3 ആസിഡുകളാണ് ഉള്ളത്. ഒന്ന് സൾഫ്യൂരിക് ആസിഡ്, ഒരുപാട് തവണ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയ സൾഫ്യൂരിക് ആസിഡ്. അതുപോലെ തന്നെയുള്ളൊരു ആസിഡാണ് നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഈ 3 ആസിഡുകളെ കുറിച്ചാണ്. പിന്നെ ബാക്കിയുള്ള ആസിഡുകളെ കുറിച്ചുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞ് ജനറൽ ആയിട്ടെല്ലാം അവിടെ നിന്ന് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സൾഫ്യൂരിക് ആസിഡിലേക്ക് വരാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ് H2SO4. സൾഫ്യൂരിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നതാണ് H2SO4. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കെമിക്കൽ ഫോർമുല വെച്ചുകൊണ്ട് ഞാനൊരു പോയിൻ്റൂടെ പറഞ്ഞുതരാം. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് H2SO4 എന്ന് പറഞ്ഞു. നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് HNO3 എന്ന് പറയും. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് HCl എന്ന് പറയും. നമ്മൾ പറഞ്ഞ എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ആസിഡിലും അടങ്ങിയിരിക്കുന്ന മറ്റൊരു മൂലകമുണ്ട്, ഓക്സിജൻ എന്ന് പറയും. ഹൈഡ്രജൻ പോലെ തന്നെ ഒരുവിധപ്പെട്ട മിക്ക ആസിഡുകളിലും ആരും അടങ്ങിയിട്ടുണ്ട്? ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഹൈഡ്രജനാണ് എല്ലാ ആസിഡിലും ഉള്ളത്. എന്നാൽ ചില ആസിഡുകളിൽ ഓക്സിജൻ ഇല്ലായിരിക്കാം. ഭൂരിഭാഗം ആസിഡുകളിലും ഓക്സിജനും ഹൈഡ്രജനും ഉണ്ട്. എല്ലാത്തിലും ഹൈഡ്രജനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയുന്നത് സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് പോയിന്റ് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. കാരണം അതങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗം തന്നെയാണ്. മറ്റ് ആസിഡുകളൊക്കെ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആസിഡുകളുടെ രാജാവ് എന്നാരറിയപ്പെടുന്നത്? സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. രാസവസ്തുക്കളുടെ രാജാവ്, അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഓയിൽ ഓഫ് വിട്രിയോൾ, മൂന്നാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. അപ്പം ഇത് 3 PC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസിഡുകളുടെ രാജാവ്, രാസവസ്തുക്കളുടെ രാജാവ്, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ്. ഇനി അടുത്തത് നിർമ്മാണ പ്രക്രിയയാണ് പറഞ്ഞിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ. അഗെയിൻ അടുത്ത പ്രീവിയസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്. കോണ്ടാക്റ്റ് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്. അടുത്തതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന അഥവാ സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നതാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ് അഥവാ V2O5. അപ്പോൾ ഓർത്ത് വെക്കണം,
ഈ പറഞ്ഞ 5 പോയിൻറ്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതുമാരാണ് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്റ്റ് പ്രോസസ്സാണ്. കോണ്ടാക്റ്റ് പ്രോസസ്സിൽ അഥവാ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് V2O5 ആണ്. ഉൽപ്രേരകങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നീട് വേറൊരു ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. രാസപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉൽപ്രേരകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഉപയോഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ കോമൺ ആയിട്ട് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇവയൊക്കെ വളങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോസ്ഫോറിക് ആസിഡൊക്കെ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഒന്നറിഞ്ഞിരിക്കുക, വളങ്ങളുടെ നിർമ്മാണത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡിൻ്റെയും ഒരു ഉപയോഗമായിട്ട് നമുക്ക് എന്ത് പറയാം, വളങ്ങളുടെ നിർമ്മാണം പറയാൻ സാധിക്കും. അപ്പോൾ വളങ്ങളുടെ നിർമ്മാണം, പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. പെയിൻറ്റുകളുടെ നിർമ്മാണം, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ഓർക്കുന്നുണ്ടോ, ആസിഡുകളുടെ രാജാവ്, കിങ് ഓഫ് ആസിഡ്സ്, ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എന്നല്ലേ പറഞ്ഞത്. അതിന് കാരണം നമ്മൾ പറഞ്ഞു, മറ്റ് ആസിഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. അതുകൊണ്ടാണ് ഇത് പേരിൽ അറിയപ്പെടുന്നത് കിങ് ഓഫ് ആസിഡുകൾ അഥവാ ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ഡൈനാമൈറ്റിൻ്റെ നിർമ്മാണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഡൈനാമൈറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ആൽഫ്രഡ് നോബലാണ് ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത്. ആൽഫ്രഡ് നോബൽ. ഡൈനാമൈറ്റിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതാണ് സൾഫ്യൂരിക് ആസിഡ്. ഈ ഡൈനാമൈറ്റ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു സംയുക്തമാണ് നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയും. നൈട്രേറ്റിംഗ് മിക്സർ സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തമാണ് നൈട്രേറ്റിംഗ് മിശ്രിതം. നൈട്രേറ്റിംഗ് മിശ്രിതം. ഈ നൈട്രേറ്റിംഗ് മിശ്രിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നൈട്രേറ്റിംഗ് മിശ്രിതം എന്ന് പറയുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെയും ഗാഢ നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിശ്രിതത്തിന് പറയുന്ന പേരാണെന്ത്, നൈട്രേറ്റിംഗ് മിശ്രിതം എന്ന് പറയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതൊരു ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡൈനാമൈറ്റിൻ്റെ നിർമ്മാണം എന്ന് ചോദിച്ചു. ഡൈനാമൈറ്റിൻ്റെ നിർമ്മാണത്തിന് സ്വാഭാവികമായിട്ട് നൈട്രേറ്റിംഗ് മിക്സറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ 2 ആസിഡുകളുണ്ട്. ഓപ്ഷനിൽ അന്ന് ഒരു ആസിഡേ കൊടുത്തിട്ടുള്ളായിരുന്നു, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഓപ്ഷൻ നോക്കി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യാവുള്ളൂ. സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മിശ്രിതമാണ് നൈട്രേറ്റിംഗ് മിശ്രിതം. നൈട്രേറ്റിംഗ് മിശ്രിതത്തിൽ 2 ആസിഡുകളുണ്ട്, സൾഫ്യൂരിക് ആസിഡുമുണ്ട്, നൈട്രിക് ആസിഡുമുണ്ട്. ക്ലിയർ ആണല്ലോ അത്. അടുത്ത് ഓയിൽ റിഫൈനിങ്, എണ്ണ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതും ഏതാണ്, സൾഫ്യൂരിക് ആസിഡാണ്. എണ്ണ ശുദ്ധീകരിക്കുവാൻ ഓയിൽ റിഫൈനിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതും സൾഫ്യൂരിക് ആസിഡ്. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പോയിന്റ് ആണ്, കാർ ബാറ്ററി. കാർ ബാറ്ററി വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയാം. ഇനി കാർ ബാറ്ററിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ കാർ ബാറ്ററിയുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത്, കാർ ബാറ്ററിയുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയും. കാർ ബാറ്ററിയുടെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് എന്താണ്, ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അപ്പം ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുപോലെ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്, കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് ചോദിക്കാം. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്, ലെഡാണ്. അപ്പോൾ 2 പോയിന്റ്സ് ഓർത്ത് വെച്ചോണം. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം എന്ന് പറയുന്ന ഏതാണ്, ലെഡുമാണ്. ഓപ്ഷനകത്ത് കോപ്പർ, ചെമ്പ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ചെമ്പ് നമ്മളതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലീഡാണ് കോപ്പർ ലീഡായിട്ട് കോപ്പർ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറയുന്ന ലെഡ് ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ പോയിൻ്റാണ് ഓർത്ത് വെക്കേണ്ടത്. കാർ ബാറ്ററിയിലെ ആസിഡ് സൾഫ്യൂരിക് ആസിഡും കാർ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഹം എന്ന് പറയുന്ന ഏതാണ്, ലെഡുമാണ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് HNO3. നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നതാണ് HNO3. പുറത്ത് വെച്ചോണം. സൾഫ്യൂരിക് ആസിഡ് എന്തായിരുന്നു, H2SO4 ആണ്. നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നതാണ് HNO3 ആണ്. ഇനി നൈട്രിക് ആസിഡിൻ്റെ പഴയ പേരാണ്
അക്വാ ഫോർട്ടിസ് എന്ന് പറയും. അക്വാ ഫോർട്ടിസ്. നൈട്രിക് ആസിഡിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് എന്താണ്? അക്വാ ഫോർട്ടിസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. നൈട്രിക് ആസിഡിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് അക്വാ ഫോർട്ടിസ്. പിന്നെ അതുപോലെ തന്നെ പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നതാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. കാരണം ഇത് നൈട്രിക് ആസിഡ് ഇരിക്കുന്ന കുപ്പി നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നൈട്രിക് ആസിഡും ഓക്സിജനും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. നൈട്രിക് ആസിഡും ഓക്സിജനും കൂടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായി എന്തുണ്ടാകും? പുക പുറപ്പെടുക അല്ലെങ്കിൽ പുക ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് പുകയുന്ന ആസിഡ് അഥവാ ഫ്യൂമിംഗ് ആസിഡ്, പുകയുന്ന ആസിഡ് അഥവാ ഫ്യൂമിംഗ് ആസിഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? നൈട്രിക് ആസിഡാണ്. പുകയുന്ന ആസിഡ് എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ. പുകയുന്ന ആസിഡ് എന്നും സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നും അറിയപ്പെടുന്നത് ആരാണ്? നൈട്രിക് ആസിഡാണ്. അല്ല, സ്പിരിറ്റ് ഓഫ് നൈറ്റർ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്പിരിറ്റ് ഓഫ് നൈറ്റർ നൈട്രിക് ആസിഡ്. അക്വാ ഫോർട്ടിസ് പ്രീവിയസ് ആണ്. അക്വാ ഫോർട്ടിസ് എന്ന് പറയുന്ന നൈട്രിക് ആസിഡിൻ്റെ പഴയ പേരാണ്. ഇനി നിർമ്മാണ പ്രക്രിയ, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നൈട്രിക് ആസിഡിൻ്റെയും സൾഫ്യൂരിക് ആസിഡിൻ്റെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോയിൻ്റാണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നതാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ് അഥവാ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറയും. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഈ ഓസ്റ്റ്വാൾഡ് പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്നത്. ഓസ്റ്റ്വാൾഡിനെ കുറിച്ച് നമ്മൾ ആറ്റം എന്ന ടോപ്പിക്കിലൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും. ആറ്റം എന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആറ്റം എന്ന പദം, ആറ്റം എന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അവതരിപ്പിച്ച ആളാണ് ഓസ്റ്റ്വാൾഡ്. എന്നാൽ ആറ്റം കണ്ടുപിടിച്ച ആളുടെ പേരെന്തായിരുന്നു? ആറ്റം കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. കണ്ടുപിടിച്ചത് ഡാൾട്ടണും, എന്നാൽ ആറ്റം എന്ന പദം അവതരിപ്പിച്ചതെന്ന് പറയുന്ന ആരാണ്? അല്ലെങ്കിൽ ആദ്യമായി ഉപയോഗിച്ചതെന്ന് പറയുന്ന ആരാണ്? ഓസ്റ്റ്വാൾഡാണ്. അപ്പോൾ ഈ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറയുന്ന നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്നല്ലേ പറഞ്ഞത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്ന കോണ്ടാക്റ്റ് പ്രോസസ്സായിരുന്നു. എന്നാൽ നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഇതാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്സ്. അവിടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോണം. ക്വസ്റ്റൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും അറിയേണ്ട ഒരു പോയിൻ്റാണിത്. പ്ലാറ്റിനമാണ്. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം പ്ലാറ്റിനം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ടെക്സ്റ്റൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് രീതി പറയുകയാണെങ്കിൽ പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് ആണ് ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആസ്ബറ്റോസ് എന്നില്ല, പ്ലാറ്റിനം എന്ന് മാത്രം ഓപ്ഷൻ തന്നാലും കുഴപ്പമൊന്നുമില്ല, അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഓർത്ത് വെക്കുക. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്ന് പറയുന്നത് പ്ലാറ്റിനൈസ്ഡ് ആസ്ബറ്റോസ് അഥവാ പ്ലാറ്റിനം. അടുത്തത് നൈട്രിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. സ്വർണത്തിൻ്റെ ശുദ്ധത, ഗോൾഡിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. സ്വർണത്തിൻ്റെ ശുദ്ധത, പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നമുക്കറിയാം സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ക്യാരറ്റ് ആണ്. സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാരറ്റും, സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ക്യാരറ്റ് അനലൈസർ എന്ന് പറയും. ക്യാരറ്റ് അനലൈസർ. നമ്മൾ ഈ സ്വർണ്ണക്കടയിലൊക്കെ ഈ ഗോൾഡ് നമ്മൾ മാറാനും അല്ലെങ്കിൽ ഗോൾഡ് വിൽക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഡിവൈസ് വെച്ചിട്ട് 916 ഗോൾഡ് ആണോ അല്ലയോ എന്നൊക്കെ അവർ പെട്ടെന്ന് ചെക്ക് ചെയ്ത് പറയുന്നുണ്ട്. ആ ഡിവൈസിന് പറയുന്ന പേരാണ് ക്യാരറ്റ് അനലൈസർ എന്ന് പറയും. ഇപ്പോൾ ഓർത്തിരിക്കുക, സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ്. സ്വർണത്തിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ക്യാരറ്റ്, സ്വർണത്തിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ക്യാരറ്റ് അനലൈസർ. ക്യാരറ്റ് അനലൈസർ. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം പറഞ്ഞിരിക്കുന്ന പ്രോട്ടീനിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്. പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡാണ്. ഈ പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണത്തിന് പറയുന്ന പേരാണ് സാന്തോപ്രോട്ടിക് ടെസ്റ്റ് എന്ന് പറയും. പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ നടത്തുന്ന പരീക്ഷണത്തിന് പറയുന്ന പേരെന്താണ്? സാന്തോപ്രോട്ടിക് ടെസ്റ്റ്. അപ്പോൾ പ്രോട്ടീനുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് എന്ന് പറയും. ഇനി ഈ ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഒരു പ്രോട്ടീൻ ലായനിയിലേക്ക് നൈട്രിക് ആസിഡ് ഒഴിക്കും. ഒരു പ്രോട്ടീൻ സൊല്യൂഷൻ, ഒരു ബേക്കറിലുള്ള ഒരു പ്രോട്ടീൻ സൊല്യൂഷനിലേക്ക് നൈട്രിക് ആസിഡ് ചേർക്കും. നൈട്രിക് ആസിഡ് ചേർത്തിട്ട് അതിനെ ചെറുതായിട്ട് ഹീറ്റ് ചെയ്യും, ചൂടാക്കും. ചൂടാക്കുമ്പോൾ ആ ലായനിയുടെ, ആ സൊല്യൂഷൻ്റെ നിറം
മഞ്ഞയാകുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് കൺഫേം ചെയ്യാൻ സാധിക്കും അവിടെ ആ ലായനിയിൽ എന്തടങ്ങിയിട്ടുണ്ടായിരിക്കും, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാന്തോപ്രോട്ടിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ലായനിയിലേക്ക് നൈട്രിക് ആസിഡ് ചേർത്തിട്ട് ചൂടാക്കുന്നു. ലായനി മഞ്ഞ കളറായാൽ അതിലെന്തടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനുകളുടെ സാന്നിധ്യം നിർണ്ണയിക്കാൻ അല്ലെങ്കിൽ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ആസിഡാണ് HNO3 നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ബയോളജിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണാൽ ത്വക്കിൻ്റെ നിറം എന്തായി മാറുമെന്ന് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണാൽ ത്വക്കിൻ്റെ നിറം എന്താവും? നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ത്വക്ക് എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്ന പ്രോട്ടീനാണ് അടങ്ങി, പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിതമാണ്. അല്ലെങ്കിൽ അമിനോ ആസിഡുകളാണ് പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നതാണ്. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകം എന്തെന്ന് ചോദിക്കാറുണ്ട്. പ്രോട്ടീനുകളുടെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണ് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീനുകളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടീനുകൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നൈട്രിക് ആസിഡ് വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ത്വക്കിൻ്റെ നിറം എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം? മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണാൽ ത്വക്കിൻ്റെ നിറം എന്ന് പറയുന്നത് എന്തായി മാറും? മഞ്ഞയായി മാറും. അതൊരു പ്രീവിയസ് പോയിൻ്റാണ്, ഓർത്ത് വെച്ചോണം. മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണാൽ ത്വക്കിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ. ഇനി അടുത്ത് ഒരു ഉപയോഗം പറഞ്ഞിരിക്കുന്നത് റോക്കറ്റ് ഇന്ധനങ്ങളിൽ അഥവാ റോക്കറ്റ് പ്രൊപ്പല്ലൻറ്റുകളിൽ ഓക്സിഡൈസറായി ഓക്സീകരിക്കുവാൻ ഓക്സീകാരിയായി ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ആസിഡ് എന്ന് ചോദിക്കുന്നു. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോട്ടീൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ നൈട്രിക് ആസിഡ് വീണാൽ ത്വക്കിൻ്റെ നിറം മഞ്ഞയാകും, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സീകാരിയായി ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, നൈട്രിക് ആസിഡാണ്. അപ്പോൾ നൈട്രിക് ആസിഡുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. അടുത്ത ആസിഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അടുത്ത് നമുക്ക് പഠിക്കേണ്ട ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl. നമ്മൾ നേരത്തെ പഠിച്ച ആസിഡുകളുടെ കെമിക്കൽ ഫോമിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം. നൈട്രിക് ആസിഡിനെ കുറിച്ച് പഠിച്ചു, HNO3 കുറിച്ച് പഠിച്ചു, പിന്നെ പറഞ്ഞു ഏതായിരുന്നു സൾഫ്യൂരിക് ആസിഡ് H2SO4 കുറിച്ച് പഠിച്ചു. ഈ 4 കെമിക്കൽ ഫോമിലെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നോക്കി. സൾഫ്യൂരിക് ആസിഡിനകത്ത് ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, സൾഫർ അടങ്ങിയിട്ടുണ്ട്, ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. നൈട്രിക് ആസിഡിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് വന്നപ്പോഴത്തേക്ക് ആരൊക്കെയാണ് ഉള്ളത്? ഹൈഡ്രജനുമുണ്ട്, ക്ലോറിനുമുണ്ട്. ആരില്ല? ഓക്സിജൻ അടങ്ങിയിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഒരു പോയിൻ്റായിട്ട് ഓർത്ത് വെക്കാം. ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡിന് ഉദാഹരണമാണ് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. ഓക്സിജൻ ഇല്ലാത്തൊരു ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറയും, HF. ഇതിനകത്തും ഓക്സിജൻ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത 2 പ്രധാന ആസിഡുകൾ എന്ന് പറയുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്നും പറയാം. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ പഴയ പേര്, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ, അക്വാഫോർട്ടിസ് നമ്മൾ പറഞ്ഞു. നൈട്രിക് ആസിഡിൻ്റെ പഴയ പേരാണ് അക്വാഫോർട്ടിസ്. എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് എന്താണ്? മ്യൂറിയാറ്റിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പഴയ പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ്. അതുപോലെ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന് പറയുന്നത് നൈട്രിക് ആസിഡ് ആയിരുന്നു. എന്നാൽ സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രധാന പോയിൻ്റാണ് ആമാശയരസത്തിൽ അല്ലെങ്കിൽ ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ പറയാൻ സാധിക്കും ദഹനത്തെ സഹായിക്കുന്ന ആസിഡാണ് ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. മനുഷ്യ ശരീരത്തിനകത്ത് ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുക, ദഹനത്തെ സഹായിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും. അടുത്ത ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കറിയുപ്പ് അല്ലെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയും. ഗാഢ സൾഫ്യൂരിക് ആസിഡും സോഡിയം ക്ലോറൈഡും കറിയുപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡും കറിയുപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ലഭിക്കുന്നത്.